ക്രൈം സ്റ്റോറിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 1997 മെയ് 5-ന് ഒരു ന്യൂസ് പരക്കുന്നു. മ്യൂസിക് കിങ് ഗുൽഷൻ കുമാർ, ടി സീരീസ് ഇൻഡസ്ട്രീസിന്റെ ഓണർ കൂടിയായ ഗുൽഷൻ കുമാർ കൊല്ലപ്പെട്ടിരിക്കുന്നു. വെടിയേറ്റ് മരിച്ചു എന്നുള്ള ന്യൂസാണ് ഇന്ത്യയിൽ ഒട്ടാകം പെട്ടെന്ന് പരന്നത്. അദ്ദേഹം പല പുതുമുഖ ഗായകരെയും കൈപിടിച്ച് ഉയർത്തിയിട്ടുള്ള ആളാണ്. നമ്മളുടെ മലയാളം സിനിമകളിൽ ബാലേന്ദ്ര മേനോനായാലും നമ്മുടെ ഫാസിൽ മാതിരിയുള്ള സംവിധായകർ കണ്ടമാനം പുതുമുഖങ്ങളെ ഉയർത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയുള്ള ഒരാളായിരുന്നു ഗുൽഷൻ കുമാർ. പുതുമുഖ നായകന്മാരെ അനുരാധ പൊതുവാൾ, കുമാർ ഷാനു, സോനു നിഗം, ഉദിത് നാരായൺ, അതുപോലെ ഷബീർ കുമാർ, മുന്ന അസീസ്, മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മുടെ നദീം ശ്രാവൺ ആൻഡ് ആനന്ദ് മിലിന്ദ്, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളെ മ്യൂസിക് ഇൻഡസ്ട്രിയിലേക്ക് പരിചയപ്പെടുത്തി കൊണ്ടുവന്നത് നമ്മുടെ ഗുൽഷൻ കുമാർ തന്നെയായിരുന്നു. ഇവരെല്ലാവരും ഡൽഹി എയർപോർട്ടിൽ സന്നിഹിതരായിരുന്നു അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി ഏറ്റുവാങ്ങാനായിട്ട്. അത് വല്ലാത്ത ഒരു ന്യൂസായിരുന്നു. ഗുൽഷൻ കുമാർ ഏകദേശം നല്ല രീതിയിൽ ഉയർച്ചയിൽ എത്തി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം വെടിയേറ്റ് മരിക്കുന്നത്. ബോംബെയിലായിരുന്നു അദ്ദേഹത്തിന്റെ മെയിനായിട്ടുള്ള ബേസ്, ഫിലിം ഇൻഡസ്ട്രീന്റെ ബേസ് എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോസ് എല്ലാം നോയിഡയിലായിരുന്നു. അപ്പോൾ 1980-കളിൽ ദരിയാഗഞ്ച് എന്ന് പറഞ്ഞ ഓൾഡ് ഡൽഹിയിൽ നമ്മുടെ റെഡ് ഫോർട്ടിനോട് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. വളരെ തിരക്കേറിയ ഒരു സ്ട്രീറ്റാണ് ദരിയാഗഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ഗുൽഷൻ കുമാറിന്റെ അച്ഛന് ഒരു ജ്യൂസ് ഷോപ്പ് ഉണ്ടായിരുന്നു. ജ്യൂസ് ഷോപ്പിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ തുടക്കം. അപ്പോൾ അച്ഛനെ സഹായിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഷോപ്പിൽ സ്ഥിരമായിട്ട് വന്നിരുന്ന ഒരാളാണ് ഗുൽഷൻ കുമാർ. അപ്പോൾ കുറെ കാലത്തിന് ശേഷം കട ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്ന അതിനെ പറ്റി ചിന്തിക്കുകയും അദ്ദേഹത്തിന്റെ അച്ഛൻ പുതിയൊരു ഐഡിയ ആയിട്ട് വരികയും ചെയ്യുന്നു. കാസറ്റുകൾ, നമ്മുടെ ഓഡിയോ കാസറ്റ്, വീഡിയോ കാസറ്റ്, ഗ്രാമഫോണിന്റെ ഡിസ്കുകൾ, CD-കൾ, ഇതൊക്കെ വെക്കുന്ന ഒരു വിഭാഗം കൂടി അതിനെ അദ്ദേഹം എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുന്നു. അപ്പോൾ അതിൽ കൂടെ കൂടുതലായിട്ട് നല്ല ബിസിനസ് ഉള്ള ഒരു മേഖല തന്നെയാണ്. ചെറുകിട ബിസിനസ്സുകാർ നിറഞ്ഞ ഷോപ്പുകൾ നിറഞ്ഞൊരു മേഖലയാണ് ദരിയാഗഞ്ച് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇതിന്റെ അച്ഛന്റെ കൂടെ അച്ഛനെ സഹായിക്കാനായിട്ട് കടയിൽ വെക്കുന്നു. കാസറ്റുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതായിട്ട് പോകുന്നു. അപ്പോൾ ഏകദേശം 100 രൂപ ഒക്കെ റേഞ്ചിലായിരുന്നു അന്നത്തെ കാസറ്റുകളെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ സുഹൃത്തുക്കളോട് പറഞ്ഞു, എന്തുകൊണ്ട് നമുക്ക് വില കുറഞ്ഞ കാസറ്റുകൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആക്കിക്കൂടാ, നമുക്ക് എന്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്തുകൂടാ, നമ്മൾ എന്തുകൊണ്ട് അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചുകൂടാ. അപ്പൊ അദ്ദേഹം കുറച്ചു കാലങ്ങൾക്ക് ശേഷം 90-കളുടെ ആരംഭത്തിൽ നോയിഡ ഫിലിം സിറ്റിയിലെ ഒരു സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നു. നോയിഡ ഫിലിം സിറ്റിയിലത്തെ ആദ്യത്തെ ബിൽഡിംഗ് തന്നെയായിരുന്നു നമ്മുടെ ടി സീരീസ് സൂപ്പർ കാസറ്റ് ഇൻഡസ്ട്രീസ് എന്ന പേരിൽ സ്റ്റാർട്ട് ചെയ്യപ്പെട്ട നമ്മുടെ ഗുൽഷൻ കുമാറിന്റെ മ്യൂസിക് സ്റ്റുഡിയോ. അദ്ദേഹം ഡിവോഷണൽ സോങ്സ് വെച്ചിട്ടാണ് ഫസ്റ്റ് ഭക്തിഗാനങ്ങളും ഭക്തിസാന്ദ്രമായിട്ടുള്ള ഗാനങ്ങളൊക്കെ വെച്ചിട്ടാണ് തുടങ്ങിയത്. അനുരാധ പൊതുവാൾ ആണ് അദ്ദേഹത്തിന്റെ കാസറ്റിൽ ആദ്യമായിട്ട് പാടിയത്. പിന്നെ കുമാർ ഷാനും നമ്മളുടെ സോണു നിഗം, മുഹമ്മദ് റാഫി പോലുള്ള ആളുകളുടെ സൗണ്ടിനെ അനുകരിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പോലുള്ള അവരുടെ പോലുള്ള പഴയ പാട്ടുകാരുടെ പോലുള്ള ശബ്ദ അനുകരണങ്ങളായിട്ടാണ് ഇവര് മ്യൂസിക് മേഖലയിലേക്ക് അല്ലെങ്കിൽ സംഗീത ലോകത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. വിചാരിച്ചതിനേക്കാളും വളരെ ഉയർന്ന നിലയിലേക്ക് പെട്ടെന്ന് പോപ്പുലർ ആവാൻ സാധിച്ചു. പക്ഷെ അദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. വളരെ ചീപ്പായിട്ടുള്ള കാസറ്റുകൾ അന്ന് 100 രൂപയ്ക്ക് മാർക്കറ്റിൽ കിട്ടുകയാണെങ്കിൽ അതിന്റെ ഏകദേശം 1/3 വിലയ്ക്കായിരുന്നു അദ്ദേഹത്തിന്റെ ടി സീരീസ് കാസറ്റുകൾ വിപണിയിൽ ഇറക്കിയിരുന്നത്. പിൽക്കാലത്ത് അദ്ദേഹം ബോംബെയിലേക്ക് അദ്ദേഹത്തിന്റെ ആ മേഖല വ്യാപിപ്പിക്കുകയും നോക്കിയിരിക്കുക തന്നെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മ്യൂസിക് ഇൻഡസ്ട്രിയിലെ മാർക്കറ്റ് ഷെയർ ഏകദേശം 65%, 65% ഇദ്ദേഹത്തിന്റെ കൈപ്പിടിയിൽ വന്നു എന്നതാണ് പറയപ്പെടുന്നത്. ബാക്കി എല്ലാവരും കൂടിയിട്ട് 35% മാനേജ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഒറ്റയ്ക്കുള്ള നമ്മുടെ ടി സീരീസ് അല്ലെങ്കിൽ സൂപ്പർ കാസറ്റ് ഇൻഡസ്ട്രീസിന് മാത്രം 65% മാർക്കറ്റ് ഷെയർ ആണ് മ്യൂസിക് മേഖലയിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. പിന്നീട് അദ്ദേഹം ആഷിഖി എന്ന മ്യൂസിക് ഫിലിം ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുകയും ആഷിഖി നദീം ശ്രാവണാണ് അതിന്റെ മ്യൂസിക് ചെയ്തത്. അങ്ങനെ പുതിയ സംവിധായകരെ, മ്യൂസിക്കിന്റെ സംവിധായകരെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന അദ്ദേഹം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആനന്ദ് മിലിന്ദ് എന്നുള്ള ഈ 3-4 ആളുകളെ ഗുൽഷൻ കുമാർ കൈപിടിച്ച് ഉയർത്തി കൊണ്ടുവന്നത്.
പിന്നീട് സാജൻ എന്ന് പറഞ്ഞ സൽമാൻ ഖാൻ, സഞ്ജയ് ദത്ത്, മാധുരി ദീക്ഷിത്തിന്റെ പടം വളരെ ഫേമസ് ആയിട്ടുള്ള, അതിന്റെ പാട്ടുകളൊക്കെ വളരെ പോപ്പുലർ ആയിരുന്നു സാജൻ. പിന്നെ അദ്ദേഹം നോക്കിയിരിക്കലെ വളരെ ഉയർച്ചയിലേക്ക് വന്നുകൊണ്ടിരുന്നു. അതിനിടയ്ക്ക് നദീം ശ്രാവൺ അദ്ദേഹം മാർക്കറ്റിൽ, അതുകൊണ്ട് തന്നെ മ്യൂസിക് ഡയറക്ഷൻ മേഖലയിൽ വളരെ പേരെടുക്കുകയും അദ്ദേഹം ഹൈ സിന്ദഗി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മ്യൂസിക് ആൽബം പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു നദീം ശ്രാവൺ. പക്ഷെ വിചാരിച്ച പോലെയുള്ള ഒരു സക്സസ് അതിനുണ്ടായിരുന്നില്ല. അത് ഗുൽഷൻ കുമാർ തന്നെയാണ് അതിന്റെ റൈറ്റ്സ് ഏറ്റെടുക്കും പ്രൊമോഷൻ ഒക്കെ ചെയ്തത്. പക്ഷെ നദീം ശ്രാവണിന്റെ മറ്റുള്ള ഇതുപോലെ ഇത് വിജയിച്ചില്ല. ഒറ്റയ്ക്ക് ചെയ്ത ഈ സംരംഭം വിജയിക്കാതെ പോയി. അതുകൊണ്ട് തന്നെ നദീം ശ്രാവണിന്റെ പിന്നീടുള്ള പ്രൊഡക്ഷൻസ് ഒന്നും ഗുൽഷൻ കുമാർ പ്രൊമോട്ട് ചെയ്യാൻ തുനിഞ്ഞില്ല എന്നുള്ളതും പറയപ്പെടുന്നു. അപ്പൊ നദീം ശ്രാവൺ പയ്യെ പയ്യെ അണ്ടർവേൾഡ് ആയിട്ട് കണക്ഷനിൽ വരികയും അബു സലീം പോലെയുള്ള ആളുകളായിട്ട് നിരന്തരം കോണ്ടാക്ട് വരികയും പിന്നെ അവരെ കൊണ്ട് പ്രഷറൈസ് ചെയ്യാൻ പറയപ്പെടുന്നു. അപ്പൊ അബു സലീം ഒരു ദിവസം ഗുൽഷൻ കുമാറിനെ ഫോൺ ചെയ്ത് പറയുന്നു. അപ്പോൾ അണ്ടർവേൾഡിലുള്ള ആളുകൾ നല്ല ബിസിനസ് ഒക്കെ നല്ല സക്സസ് ആയി നിൽക്കുന്ന ആളുകളാണ്. ബിസിനസ്സുകാരുടെ കയ്യിൽ നിന്നൊക്കെ പണം, പ്രൊട്ടക്ഷൻ മണി എന്ന പേരിൽ ഒരു പണം പിരിപ്പിക്കൽ പതിവായിരുന്നു. അങ്ങനെ അതേപോലുള്ള ഒരു കോള് ഗുൽഷൻ കുമാറിന് കിട്ടുന്നു. അവർ 10 കോടി രൂപ ആവശ്യപ്പെടുന്നു. ഗുൽഷൻ കുമാർ കുറച്ച് പണമൊക്കെ കൊടുക്കുന്നു. പക്ഷെ 10 കോടി രൂപ വലിയൊരു എമൗണ്ട് ആണ് എന്നും പറയപ്പെടുന്നു. അപ്പോൾ ഗുൽഷൻ കുമാറിന്റെ ഏകദേശം മാർക്കറ്റിൽ ആ സമയത്തൊക്കെ 350 കോടിയൊക്കെ ടേൺ ഓവർ, അന്നൊക്കെ 350 കോടി ടേൺ ഓവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എമൗണ്ട് തന്നെയാണ്, വലിയ ടേൺ ഓവറാണ്. അപ്പൊ അങ്ങനെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഗുൽഷൻ കുമാറിന്റെ അടുത്ത് നിന്ന് അപ്പോൾ 10 കോടി രൂപയാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പൊ അബു സലീം അണ്ടർവേൾഡിൽ വലിയ കുപ്രസിദ്ധനായിട്ടുള്ള ആളായിരുന്നു. പക്ഷെ ഇന്ത്യയിലല്ല, പുറം നാടുകളിൽ 93-ലെ ബോംബെ ബ്ലാസ്റ്റിനൊക്കെ ശേഷം എല്ലാവരും ഉണ്ടാവുകയും അണ്ടർഗ്രൗണ്ട് ആവുകയും ചെയ്തു. അപ്പൊ ഇന്ത്യ വിട്ട് പുറത്തു പോയിട്ടാണ് അവരുടെ ഈ ഭീഷണികളും അല്ലെങ്കിൽ ഇങ്ങനെ അണ്ടർവേൾഡ് ആക്ടിവിറ്റീസ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. 96-ല് അബു സലീം അദ്ദേഹത്തെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. 10 കോടി രൂപ ആവശ്യപ്പെടുന്നു. പക്ഷെ അദ്ദേഹം പറയുന്നു 10 കോടി തരാൻ സാധിക്കില്ല, കുറച്ച് പൈസ ഞാൻ തന്നിരുന്നു, പക്ഷെ അത് പറ്റില്ല, 10 കോടി നിങ്ങൾക്ക് ജീവിച്ചു പോകണമെങ്കിൽ അല്ലെങ്കിൽ അണ്ടർവേൾഡിന്റെ പ്രൊട്ടക്ഷന്റെ ഉള്ളിൽ വരണമെങ്കിൽ നിങ്ങൾ ഈ 10 കോടി തന്നേ പറ്റുള്ളൂ, ഞങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ പൈസ തരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതുള്ളൂ, അല്ലാതെ നമ്മൾ ഇത്രയും പണമൊക്കെ സമ്പാദിച്ചു കൂട്ടിയിട്ട് നമ്മൾ മരിച്ച് പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കണം മരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക എന്ന് പറഞ്ഞ് പോലീസിൽ അറിയിക്കാനായിട്ട് പാടില്ല എന്നും അദ്ദേഹം പറയുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം പിന്നെ അദ്ദേഹം വിളിക്കുന്നു. 5 ഓഗസ്റ്റിനാണ് ഫസ്റ്റ് വിളിച്ചിട്ട് അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നത്. രണ്ടാമത്തെ വിളി വരുന്നു 8 ഓഗസ്റ്റിന് 97 ഓഗസ്റ്റ് 8-ാം തീയതിയാണ് പിന്നത്തെ കോൾ വരുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നു നീ പോലീസിൽ അറിയിച്ചിട്ടില്ല, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പണം തരുന്നില്ല. അപ്പോൾ അണ്ടർവേൾഡിനെ വളരെ ലൈറ്റ്ലി എടുക്കുകയാണ്, നമ്മൾ പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് നീ എടുക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾക്ക് മനസ്സിലായി. പക്ഷെ അതിന്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാരണം കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പെരുമാറുന്നത്. അതുകൊണ്ട് അതിന്റെ ഭവിഷ്യത്തുകൾ വളരെ വലുതായിരിക്കും, നിങ്ങൾ ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാളും വലിയ ഭവിഷ്യത്തുകളാണ് ഇതിന് ഉണ്ടാവാൻ പോകുന്നത്. അതുകൊണ്ട് ആലോചിച്ചോളൂ, കുറച്ച് സമയം കൂടി തരാമെന്ന് പറയുന്നു. കൂട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം കൂടി വെളിപ്പെടുത്തുന്നു. നദീം ശ്രാവണിന്റെ ഇത് എന്തുകൊണ്ട് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ പ്രൊമോട്ട് ചെയ്തായിരുന്നു, അത് നമ്മൾ അതിന്റെ റൈറ്റ് ഒക്കെ എടുത്ത് പല പ്രാവശ്യം അത് ട്രൈ ചെയ്തിരുന്നു, പക്ഷെ വിജയത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. അപ്പൊ വിജയിക്കാത്ത ഒരു സംഭവം ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോ നദീം ശ്രാവണിനെ കൂടുതലായിട്ടുള്ള സംഗതികളൊക്കെ ഫെയിലിയറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പ്രഷറൈസ് ചെയ്യാനായിട്ട് അണ്ടർവേൾഡിനെയാണ് സമീപിച്ചത്. അപ്പോൾ പല സൈഡുകളിലുള്ള പ്രഷർ വന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞു പോലീസിൽ അറിയിക്കുന്നതായിരിക്കും നല്ലത് എന്ന് കൂട്ടുകാർ പറയുന്നു. കൃഷ്ണൻ കുമാർ അദ്ദേഹത്തിന്റെ അനിയൻ പറയുന്നു. അപ്പൊ ഇദ്ദേഹം പറയുന്നു നമ്മൾ പോലീസിൽ അറിയിച്ചു കഴിഞ്ഞാൽ അണ്ടർവേൾഡിലെ ഇവിടൊക്കെ കൂടുതലായിട്ട് ദേഷ്യം കൂടും, അവർ കൂടുതൽ ഉപദ്രവങ്ങൾ വരും. അപ്പോൾ 10 കോടി എന്നുള്ളത് ചിലപ്പോൾ 20 കോടി ആയിരിക്കും ഇവരെ ചോദിക്കുക. പിന്നെ ഇവരെ ഫേസ് ചെയ്ത് ജീവിക്കൽ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പോലീസിൽ അറിയിക്കേണ്ട തൽക്കാലത്തേക്ക് എന്ന് പറയുന്നു. കുറച്ച് ദിവസം കോളുകളില്ല, മിണ്ടാതിരിക്കുന്നു. അപ്പോൾ അണ്ടർവേൾഡിന് മനസ്സിലായി ഇദ്ദേഹം പൈസ കൊടുക്കാൻ തയ്യാറാക്കിയ സീരിയസ്ലി എടുത്തിട്ടില്ല. അപ്പോൾ അണ്ടർവേൾഡിന്റെ ശക്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ആ ഭയമാണ്, മാർക്കറ്റിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള സമൂഹത്തിലുള്ള ഭയപ്പാട് തന്നെയാണ് നമ്മുടെ ഈ ഗുണ്ടാ നേതാക്കളുടെ അല്ലെങ്കിൽ
ഈ ഡോൺസിന്റെ ഒക്കെ വിജയം എന്ന് പറയുന്നത്. അപ്പോഴാണ് ആളുകൾ ഭയന്ന് അത് അവർക്ക് പണം കൊടുക്കുള്ളൂ. അങ്ങനെ ആളുകൾ ഭയപ്പെട്ടില്ലെങ്കിൽ പണം കൊടുക്കില്ല, പണം കൊടുത്തില്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പില്ല. ആ ഒരു അവസ്ഥയാണ് അവർക്ക് ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ഭീതി പരത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഷൂട്ടേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നു. അത് പിന്നീട് പറഞ്ഞ ഒരു കഥയാണ്. 12th ഓഗസ്റ്റ് 12 പതിവ് പോലെ ഗുൽഷൻ കുമാർ ജുഹുവിലുള്ള ഒരു അമ്പലത്തിലേക്ക് പോകുന്നു. പതിവായിട്ട് പോകുന്ന ഒരു അമ്പലമാണ് ജുഹുവിലെ സ്ലം ഏരിയയിലുള്ള ഒരു ചെറിയൊരു അമ്പലത്തിനെ ഗുൽഷൻ കുമാർ തന്നെയാണ് പണം ചെലവാക്കി മാർബിളൊക്കെ ഇട്ട് നല്ല രീതിക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നു. അദ്ദേഹം വളരെ ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരാളാണ്, വളരെ ഭക്തി ഉള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വൈഷ്ണുദേവിമാരുള്ള അമ്പലങ്ങളിൽ, ജമ്മുവിലുള്ള വൈഷ്ണുദേവിമാരുള്ള അമ്പലങ്ങളിൽ ചാരിറ്റി വർക്കുകൾ, അതുമാതിരി ഭണ്ഡാരകൾ, ആളുകൾക്ക് ഭക്ഷണം, അവിടെ വരുന്ന ഭക്തർക്കൊക്കെ ഭക്ഷണം കൊടുക്കുക, പല പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോ കിഷൻ കുമാറാണ് അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും, അനിയനായിട്ടുള്ള കിഷൻ കുമാറാണ് എപ്പോഴും എല്ലാ കാര്യങ്ങളും ചേർന്നുകൊണ്ട് പോകുന്നത്. അപ്പോ കൃഷ്ണകുമാർ എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ കാണും. അന്ന് അമ്പലത്തിൽ പോകുമ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് പോകാറുള്ളൂ. അപ്പോ ഒരു കാര്യം ഉറപ്പായിരുന്നു, അമ്പലത്തിൽ ഒരു നേരം അല്ലെങ്കിൽ രാവിലെ ഒരു നേരം, ഉച്ചയ്ക്ക് ഒരു പ്രാവശ്യം അദ്ദേഹം അമ്പലത്തിൽ സ്ഥിരമായിട്ട് പോകുമായിരുന്നു ബോംബെയിലുള്ള അവസരങ്ങളിൽ. അത് ജുഹൂരിൽ അദ്ദേഹം താമസിക്കുന്നതോട് അടുത്ത് തന്നെയുള്ള ഒരു ചെറിയൊരു അമ്പലമായിരുന്നു. അദ്ദേഹം തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു അമ്പലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉറപ്പായിട്ട് രാവിലെ ഇപ്പൊ 6 മണിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പിറ്റേ ദിവസം 7 മണിക്കായിരിക്കും, പക്ഷെ ചില ദിവസം 9 മണിക്കായിരിക്കും. പക്ഷെ ടൈമിന് ഉറപ്പില്ല. പക്ഷെ അദ്ദേഹം ഉറപ്പായിട്ടും അമ്പലത്തിൽ പോകും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. വൈകിട്ടും അങ്ങനെ ഒരു പ്രാവശ്യം പോയത്. അപ്പൊ 12 ഓഗസ്റ്റ് 12 1997 ഇദ്ദേഹം അമ്പലത്തിൽ പോയിട്ട് തൊഴുത് പുറത്തേക്ക് പൂജയൊക്കെ നടത്തി പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അപ്പോൾ 10:40 രാവിലെ 10:40 അദ്ദേഹം പുറത്തിറങ്ങുന്നത്. അപ്പൊ പുറത്ത് ഇറങ്ങുമ്പോൾ 3 തോക്കുധാരികൾ ഇദ്ദേഹത്തിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ 3 ആളും തോക്ക് പുറത്തെടുക്കുന്നു. ഇദ്ദേഹത്തോട് പറയുന്നു, ഇനി നിന്നോട് അണ്ടർവേൾഡിലെ ഇവര് അബുസലം പോലുള്ള ആളുകൾ പണം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ നിങ്ങൾക്ക് മടിയാണ്. അപ്പൊ അതുകൊണ്ട് നിന്റെ ഇവിടുത്തെ ജീവിതം അവസാനിപ്പിച്ച് നീ പരലോകത്തേക്ക് പോകാൻ തയ്യാറായിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഇദ്ദേഹം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അതിനിടെ അവര് തിരുത്തര വെടിയുതിർക്കുന്നു. ഏകദേശം 16 ബുള്ളറ്റുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഏറ്റു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അദ്ദേഹം അവിടെ വീണ് മരണപ്പെടുകയും ചെയ്യുന്നു. അതിനുശേഷം ഈ ഷൂട്ടേഴ്സ് വളരെ പതിയെ നടന്നു പോകുന്നു. അവിടെ ടാക്സി സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിരുന്ന ടാക്സി ഡ്രൈവറെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തിന്റെ ടാക്സി അവര് കൊണ്ട് സ്ഥലം വിടുകയാണ് ചെയ്തത്. പക്ഷെ ഗുൽഷൻ കുമാർ എന്ന് പറയുന്ന വ്യക്തി മ്യൂസിക് ഇൻഡസ്ട്രിയിൽ വളരെ പെട്ടെന്ന് ഉയർച്ചയിലേക്ക് വന്ന, അല്ലെങ്കിൽ ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് മൊത്തം ഭയാനകമായിട്ടുള്ള ഈ ന്യൂസ് എല്ലായിടത്തും വളരെ പെട്ടെന്ന് TV ന്യൂസുകളും മറ്റുള്ളവരൊക്കെ പ്രക്ഷേപണം ചെയ്ത് പെട്ടെന്ന് അറിയുന്നു. ഇന്ത്യയിലെ ജനത എന്ന് വെച്ചാൽ ബോംബെ, മോസ്റ്റ്ലി ബോംബെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ എല്ലാവരും ഇളകുന്നു. പോലീസിനും അതൊരു വലിയ തലവേദനയായിട്ട് മാറുന്നു. അവരുടെ അന്വേഷണം തുടങ്ങുന്നു. അപ്പോ ഇദ്ദേഹം അബു സലേം ഗാങ്ങിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് അറിഞ്ഞ പോലീസ് അബു സലേമിലെ രണ്ടാളുകളെ അറസ്റ്റ് ചെയ്യുന്നു. പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. വേണ്ട പോലെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നു അബു സലേം തന്നെയാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതെന്നും അദ്ദേഹത്തിന്റെ 3 ഷൂട്ടേഴ്സാണ് അന്ന് വന്നിരുന്നതെന്നും പറയുന്നു. അപ്പോ ദാവൂദ് മർച്ചന്റ് ആയിരുന്ന അതിലെ പ്രധാനി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം മറ്റുള്ള 2 ആളുകളെയും അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യനിങ്ങിൽ അവരൊരു കാര്യം വെളിപ്പെടുത്തുന്നു. മെയ് 1997 ദുബൈയില് അനീസ് ഇബ്രാഹിം, ദാവൂദ് ഇബ്രാഹിമിന്റെ അനുജനാണ്, പിൽക്കാലത്ത് മരണപ്പെട്ടു പോയ ആളാണ്. അനീസ് ഇബ്രാഹിം, അബു സലേം ആൻഡ് കയ്യൂം എന്ന് പറയുന്ന 3 ആളുകളുടെ മീറ്റിംഗ് നടക്കുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത്, നമ്മള് ഗുൽഷൻ കുമാർ നോക്കി ഇരിക്കെ അത്രയും വളർച്ചയിലേക്ക് എത്തുന്നു. അദ്ദേഹത്തിനോട് പണം ആവശ്യപ്പെട്ടാൽ അദ്ദേഹം സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, നമുക്ക് പണം തരുന്നില്ല, നമ്മൾ പറയുന്ന കാര്യം ചെയ്യുന്നില്ല. നദീം ശ്രാവണിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടും അദ്ദേഹം കേൾക്കുന്ന മട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറയുന്നു. അവര് അതിനുശേഷം 3 ഷൂട്ടേഴ്സിനെ ഹയർ ചെയ്യുന്നു. അത് മെയിലാണ് നടന്നത്. ഇത് നടന്നത് അദ്ദേഹത്തിന്റെ കൊലപാതകം നടക്കുന്നത് ഓഗസ്റ്റിലാണ്. അതിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ അവർ പ്രോപ്പറായിട്ട് ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹം പറയുന്നു, ഞങ്ങളെ ഹയർ ചെയ്യുന്നു, ഞങ്ങൾ കൊലപാതകം നടത്തുന്നു, ഞങ്ങൾ 3 ആളാണ് കൊന്നത്. ഇതിന്റെ പണം 25 ലക്ഷം കൊട്ടേഷൻ മണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സുപ്പാരി പണം തന്നത് ടിപ്സ് കാസറ്റ് ഇൻഡസ്ട്രീസിലെ രമേഷ് തുറാനി എന്ന് പറയുന്ന വളരെ വലിയൊരു പ്രമുഖനായിട്ടുള്ള ബിസിനസ് കാരനുണ്ടായിരുന്നു. റേസ് എന്ന് പറയുന്ന പടമൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത ആളാണ് രമേഷ്
തുറാനി വളരെ ഫേമസ് ആയിരുന്ന ആള്, സംഗീത ലോകത്ത് അറിയപ്പെടുന്ന ഒരാൾ തന്നെയായിരുന്നു. അപ്പോൾ അതിനുശേഷം 19 ആളുകളെ രമേശ് തുറാനി അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള 19ഓളം ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു വളരെ പെട്ടെന്ന് തന്നെ. അപ്പോൾ ദാവൂദ് മർച്ചന്റിനെ പിൽക്കാലത്ത് ലൈഫ് ടേം കിട്ടുന്നു എന്ന് പറഞ്ഞ് ജീവപര്യന്തത്തിന് അദ്ദേഹത്തിന് ശിക്ഷിക്കുന്നു. 18 ആളുകളെ വെറുതെ വിടുന്നു. തെളിവുകളുടെ പര്യാപ്തത കൊണ്ട് തന്നെ അദ്ദേഹം ആവശ്യമായ തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ 18 ആളുകൾ, അല്ലെങ്കിൽ അവരുടെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് തെളിയിക്കാനുള്ള തെളിവുകൾ കിട്ടാത്തത് അവരെ വെറുതെ വിടുകയും ഈ ദാവൂദ് മർച്ചന്റിനെ ലൈഫ് ടൈമിൽ ശിക്ഷിക്കുകയും ചെയ്യുന്നു. പിൽക്കാലത്ത് അദ്ദേഹം 2012 പരോൾ കിട്ടി പുറത്തിറങ്ങി, പിന്നെ ഹാജരാവാതിരിക്കും ഒളിച്ച് അബ്സ്കോണ്ടിങ് ആവുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. പിന്നീട് അയാളെ ബംഗ്ലാദേശ് കോടതിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് രണ്ടാമത് ജയിലിൽ അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനുശേഷം നദീം, ഈ കൊലപാതകത്തിന് ശേഷം ഉടനെ തന്നെ നദീം ശ്രാവണിലെ നദീം ഉടനെ UK രക്ഷപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ വൈഫ് അവിടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് UK ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഇദ്ദേഹം അവിടേക്ക് പോകുന്ന പോലെ അങ്ങ് പോകുന്നു, പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല. പിന്നെ ഗ്രാജുവലി ഈ കേസുകൾ ഇങ്ങനെ കാലകാലങ്ങളായിട്ട് നടന്നു വരുന്നു. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അവിടുത്തെ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്ന പൗരത്വം സ്വീകരിക്കുന്ന. പിന്നെ ഇന്ത്യ ഗവൺമെന്റ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി ഇടപെട്ട് ഇന്ത്യ ഗവൺമെന്റ് എക്സ്ട്രഡിഷൻ ട്രീറ്റിയുടെ ബേസിൽ നദീമിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള പെർമിഷൻ ചോദിക്കുന്നു. UK കോടതി അതിനെ നിരസിക്കുന്നു. തെളിവുകൾ കുറവാണ്, അല്ലെങ്കിൽ ഇയാളുടെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് കാണിക്കുന്ന തെളിവുകൾ നിരത്താൻ സാധിച്ചില്ല എന്നും ഈ തെളിവുകൾ വെച്ചിട്ട് അദ്ദേഹത്തിന് എക്സ്ട്രഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ വിചാരണയ്ക്ക് വിടേണ്ട ഒരു ആവശ്യകത കാണുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് തന്നെ റിജക്റ്റ് ചെയ്യുന്നു. നദീം അവിടെ രക്ഷപ്പെട്ട് നിൽക്കുന്നു. നദീം അതുകൊണ്ട് തന്നെ ഇതിൽ വിചാരണ നേരിടുന്നില്ല. അതിനുശേഷം നമ്മളുടെ 2005 നമ്മളുടെ കൂട്ടാതെ അബൂ സലേമിനെ നമ്മൾ പോർച്ചുഗലിൽ നിന്നും പോർച്ചുഗീസ് ഗവൺമെന്റിന്റെ കൂടുതൽ എക്സ്ട്രഡിഷൻ ട്രീറ്റിയുടെ ബേസിൽ അബൂ സലേം അവിടെ അറസ്റ്റിലാകുകയും ഇന്ത്യ ഗവൺമെന്റിനെ അവർ അറിയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ പല കേസുകളിലും ഇൻവോൾവ് ആയിട്ടുള്ള അബൂ സലേമിനെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിൽ 93 ബ്ലാസ്റ്റിലൊക്കെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റിന് വിട്ടുതരണമെന്ന് അവർ ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യ ഗവൺമെന്റുമായിട്ട് പോർച്ചുഗീസ് ഗവൺമെന്റ് ഒരു അഗ്രിമെന്റിൽ ഒപ്പിടുന്നു. അതിൽ ഒരിക്കലും ഗുൽഷൻ കുമാറിന്റെ കേസ് അതിൽ മെൻഷൻ ചെയ്തിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ 93 നടന്ന ബോംബ് ബ്ലാസ്റ്റും ആയിട്ട് ബന്ധപ്പെട്ട അതിനോട് അനുബന്ധമായിട്ടുള്ള കേസുകളിൽ ക്വസ്റ്റ്യൻ ചെയ്യാനാണ്, അതിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അബൂ സലേമിനെ എക്സ്ട്രഡേറ്റ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു, നിങ്ങളുടെ ഈ റിക്വസ്റ്റിൽ പറഞ്ഞിട്ടുള്ള കേസുകളെ എല്ലാം പ്രോസിക്യൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ വിചാരണ നേരിടാനോ ആയിട്ട് അബൂ സലേമിനെ നിങ്ങൾക്ക് വിട്ടുതരാം, പക്ഷെ ഇത് കൂടാതെയുള്ള കേസുകളിലൊന്നും വിചാരണ ചെയ്യപ്പെടാൻ പാടില്ല എന്ന് അവർ നിഷ്കർഷിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഗുൽഷൻ കുമാർ മർഡർ കേസിൽ ഒരിക്കലും അബൂ സലേം വിചാരണ നേരിട്ടിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അബൂ സലേം പിൽക്കാലത്ത് UP ഉത്തർപ്രദേശിലെ ജയിലുകളിൽ അടയ്ക്കപ്പെടുകയും ഇന്നും അങ്ങനെ തന്നെ നിലനിന്നു പോവുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ മറ്റുള്ള കേസുകൾ തീരാത്തതുകൊണ്ട് തന്നെ ജയിലിൽ ആണ് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നദീം UK പിന്നെ ഇരുന്നുകൊണ്ട് തന്നെ 1-2 സിനിമകളുടെ ശ്രാവണിന്റെ കൂടെ കൂടി ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി തന്നെ കമ്പോസിങ് ചെയ്തുവെന്നും ആ സിനിമ പുറത്തിറങ്ങിയെന്നും പറയപ്പെടുന്നുണ്ട്. നദീം ഒരിക്കലും ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇന്ത്യ ഗവൺമെന്റിനെ അദ്ദേഹത്തെ ഇങ്ങോട്ട് എക്സ്ട്രഡിറ്റ് ചെയ്ത് കൊണ്ടുവരാനും സാധിച്ചിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. പിൽക്കാലത്ത് ദാവൂദ് ഇബ്രാഹിമിന്റെ സഹായത്തോടു കൂടി ദുബായിലൊരു പെർഫ്യൂം ബിസിനസ്സിൽ ഇടപെടുകയും ദാവൂദ് ഇബ്രാഹിം പറഞ്ഞതായിട്ടുള്ള വോയിസുകളൊക്കെ പുറത്തു പോകുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. ഒരിക്കലും നദീമിന് ഒരു പ്രശ്നം വരരുത്, നദീമിനെ എല്ലാ കേസുകളിൽ നിന്നും രക്ഷപ്പെടുത്തി അല്ലെങ്കിൽ അവരുടെ കയ്യിൽപ്പെടാതെ രക്ഷിച്ച് കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഓഡിയോ ടേപ്പുകൾ പുറത്തു വന്നിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ നദീം പിൽക്കാലത്ത് ദുബായിലുള്ള UK സിറ്റിസൺ ആയിട്ട് തന്നെ ഇരുന്നുകൊണ്ട് ദുബായിൽ ബിസിനസ് ചെയ്യുന്നു, പെർഫ്യൂം ബിസിനസ് ചെയ്യണം അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പോൾ അബൂ സലേം ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുന്നു. പോർച്ചുഗീസ് ഗവൺമെന്റുമായിട്ടുള്ള എക്സ്ട്രഡിഷൻ ട്രീറ്റിയിൽ നമ്മൾ ഈ കാര്യം മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതിൽ വിചാരണ നേരിടേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്, ഇവരുടെ വക്കീലന്മാരും വാദിച്ചത്. ഇപ്പോ കിഷൻ കുമാറും ഗുൽഷൻ കുമാറിന്റെ മകനും മകളും ചേർന്നാണ് TCVs അല്ലെങ്കിൽ സൂപ്പർ കാസറ്റ് ഇൻഡസ്ട്രീസ് ഇപ്പോഴും നടത്തിക്കൊണ്ട് പോകുന്നത്.
ഗുൽഷൻ കുമാറിന്റെ കാലത്തുള്ള വളർച്ചയില്ലെങ്കിലും അവർ മാർക്കറ്റിൽ നല്ല പേരെടുത്ത് നിലനിൽക്കുന്നു. ഒരു സ്റ്റാഗ്നേഷൻ അതിനുശേഷം വന്നിരുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും TCBs മ്യൂസിക് ഇൻഡസ്ട്രീസിലെ അല്ലെങ്കിൽ മ്യൂസിക് ഇൻഡസ്ട്രിയിലെ സംഗീതത്തിന്റെ ലോകത്ത് അറിയപ്പെടുന്ന ഒരു കമ്പനി തന്നെയാണ്. അപ്പോൾ ഇതാണ് ഗുൽഷൻ കുമാറിന്റെ കഥ. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ള ഒരു കാര്യം, വരും തലമുറകൾക്ക് തലമുറകളോട് പറയാനുള്ള അല്ലെങ്കിൽ തലമുറയോട് പറയാനുള്ളത്, അക്രമം അല്ലെങ്കിൽ ക്രൈം ഒന്നിനും ഒരു ഉപാധിയോ അല്ലെങ്കിൽ ഒരു സൊല്യൂഷനോ അല്ല. ഒരിക്കലും നമ്മുടെ കുട്ടികൾ ഇങ്ങനെയുള്ള ക്രൈമിന്റെ ലോകത്തേക്ക് എത്തപ്പെടരുത്. സാഹചര്യങ്ങൾ തന്നെയാണ് പലപ്പോഴും ഓരോരുത്തരെയും കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് എത്തിക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എത്തപ്പെടാതെ ജീവിക്കാൻ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ക്രൈം ഒന്നിനും ഒരു സൊല്യൂഷൻ അല്ല, ഒന്നിനും ഒരു ഉപാധിയും അല്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. I will come with more videos. Thank you for watching.